കേരളത്തിൽ ചരിത്രശാഖയ്ക്ക് വലിയ ദിശാബോധം പകർന്നയാളാണ് MGS. MGSന്റെ ജീവിതത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത്? ഹലോ. കേരളത്തിന്റെ ചരിത്രശാഖയ്ക്ക് തന്നെ വലിയ ദിശാബോധം പകർന്നയാളാണ് ഇപ്പോൾ നമ്മളെ വിട്ട് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെയാണ് താങ്കൾ ഓർത്തെടുക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറഞ്ഞോളൂ. ഹലോ. കേൾക്കുന്നുണ്ട്. ആദ്യമായി എൻ്റെ ദീർഘകാല സുഹൃത്തായ MGS നാരായണന്റെ നിര്യാണത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. എനിക്ക് മലാപ്പറമ്പിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പല പ്രാവശ്യം ഞാൻ പോവുകയും അദ്ദേഹവുമായി ദീർഘമായി സംസാരിക്കുകയും ചെയ്യാനുള്ള ഒരു അവസരം എനിക്കുണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. കേരളം ഇന്ത്യയുടെ ചരിത്ര പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ആ ഇന്ത്യ ചരിത്രം പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൽ കേരളത്തിൽ നിന്ന് നമ്മൾ നൽകിയിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരനാണ് MGS നാരായണൻ. അദ്ദേഹം ചരിത്ര രചന നടത്തുന്നതിന് ഒരു പ്രത്യേക രീതി അവലംബിക്കുകയും ആ രീതിശാസ്ത്രത്തിന്റെ അടിത്തറ വസ്തുതകളും യുക്തിബോധവുമായിരുന്നു. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലെത്തുകയും ആ നിഗമനങ്ങൾ യുക്തിപൂർവം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്ര രചനാ രീതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കേരള ചരിത്രത്തില 10 നുണകളെ കുറിച്ച് തന്നെ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മൾ പരമ്പരാഗതമായി വിശ്വസിക്കപ്പെട്ടു പോകുന്നതും ചരിത്രമായി ആഘോഷിക്കപ്പെട്ടിരുന്നതുമായ ഒട്ടനവധി കാര്യങ്ങൾ ചരിത്രമല്ല എന്നുള്ള വസ്തുത അദ്ദേഹം സമർത്ഥിക്കുന്നു എന്നതാണ് സവിശേഷത. ചരിത്ര രചന പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വശഗതമായി നടന്നുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നടത്തപ്പെടുകയോ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വസ്തുതകൾ അന്വേഷിച്ചു പോവുകയും ആ വസ്തുതകൾ ഉണ്ടെങ്കിൽ ആ വസ്തുതകളിൽ ഉള്ള അത്രയും കാര്യം ചരിത്രമായി പറയുകയും ഇല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് പറയണമെങ്കിൽ ചില ചരിത്ര പുസ്തകങ്ങൾ ഞാൻ കേരള ഹിസ്റ്ററി അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ചരിത്ര 2 വോളിയത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കേരള ചരിത്രമുണ്ട്. അതിൽ ഈ അതാത് ജാതികളുടെ ചരിത്രങ്ങൾ, വിവിധ ജാതികളുടെ ചരിത്രങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ വരുന്ന സമയത്ത് ഓരോ ജാതിക്കാരും അവരവരുടെ ജാതിക്കാരായിരുന്ന സമുന്നതര് എന്നുള്ള കാര്യം പറയുന്നു. അതിന് ഉപയോഗിക്കുന്ന ഒരു കാര്യം അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാകാനേ തരമുള്ളൂ എന്നാണ്. ഈ അങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെയാകാനേ തരമുള്ളൂ എന്ന അഭ്യൂഹാധിഷ്ഠിതമായ ചരിത്ര രചന നിർബന്ധപൂർവം വേണ്ടെന്ന് വെച്ച ഒരു ചരിത്രകാരനാണ് MGS എന്ന് അദ്ദേഹത്തുമായിട്ടുള്ള സംഭാഷണങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ശ്രീ KS രാധാകൃഷ്ണൻ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിൻ്റെ അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായി മാസ്റ്റർ പീസായി കണക്കാക്കുന്നത് എപ്പോഴും ആ ഒരു പെരുമാൾസ് ഓഫ് കേരളയാണ്. അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം നിർമ്മിച്ച ബ്രാഹ്മണ പ്രഭുവർഗ മാതൃകയാണ് പിന്നീട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പല രൂപീകരണത്തിലേക്കുമൊക്കെ നയിച്ചത്. അത്തരത്തിലുള്ള വലിയ വലിയ സംഭാവനകൾ കൂടിയാണ് അദ്ദേഹം നമുക്കായി, കേരളീയർക്കായി അല്ലെങ്കിൽ രാജ്യത്തിനായി നൽകിയിരിക്കുന്നത് എന്നുള്ളതും കൂടിയുണ്ട്. അല്ല, ഞാൻ കേരള ചരിത്രത്തിന്റെ കാര്യമാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. എന്താ കാര്യം എന്ന് വെച്ചാല് കേരള ചരിത്രത്തിന് വളരെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വസ്തുതയും യുക്തിയും സമന്വയിക്കുന്ന ഒരു ചരിത്ര രചനാ രീതി ഉണ്ടാക്കിയെടുത്തത് അദ്ദേഹമാണ്. വസ്തുതകൾ സമ്മതിക്കാത്തതിന് ഒന്നിനെയും അദ്ദേഹം ചരിത്രമായി അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെയാണ് ദക്ഷിണേന്ത്യൻ ചരിത്രങ്ങളുടെ ആകെ കാര്യങ്ങൾ നോക്കുമ്പോഴും ആ ദക്ഷിണേന്ത്യൻ ചരിത്ര രചനാ രീതിയെയും അദ്ദേഹം വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വിശേഷിച്ചും ICHRന്റെ അതിന്റെ സെക്രട്ടറി ആയിട്ടും പിന്നീട് അതിന്റെ ചെയർമാനുമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം
ഇന്ത്യയിൽ ആകമാനം ചരിത്ര ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ചരിത്ര ഗവേഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ചരിത്രം എഴുതിയിട്ടുള്ളത്. അത് പ്രാചീന ചരിത്രമായാലും സമകാലിക ചരിത്രമായാലും പലപ്പോഴും ചില വസ്തുതകളെ മൂടിവെക്കുകയും ചില ഇല്ലാത്ത വസ്തുതകളെ ഉണ്ടാക്കുകയും വരെ ചെയ്തുകൊണ്ട് ചരിത്രം എഴുതുന്ന രീതി വന്ന സമയത്താണ് ഇദ്ദേഹം കൃത്യമായും ചരിത്ര രേഖകൾ ഉണ്ടെങ്കിൽ മാത്രം മതി ചരിത്രം എന്നൊരു നിലപാട് സ്വീകരിച്ചത്. അത് ദക്ഷിണേന്ത്യൻ ചരിത്രത്തെ രൂപപ്പെടുത്തുന്നതിൽ മാത്രമല്ല, ഇന്ത്യയിൽ ആകമാനം തന്നെ ചരിത്ര ഗവേഷണത്തെ രൂപപ്പെടുത്തുന്നതിൽ MGS വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഓക്കെ. തീർച്ചയായും ഡോക്ടർ KS രാധാകൃഷ്ണൻ, എന്തായാലും സമീപകാലത്ത് അദ്ദേഹത്തെ കാണാൻ സാധിച്ചിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് സംവാദമൊക്കെ ഉണ്ടായിരുന്നു? അടുത്തെപ്പോഴെങ്കിലും സമീപിച്ചിരുന്നു അദ്ദേഹത്തെ? ഞാൻ അദ്ദേഹത്തെ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഈ കോവിഡിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം 2 വട്ടം മാത്രമേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ. അല്ല, അതിന് മുൻപ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഈ വൈസ് ചാൻസലർ ആയിരുന്ന സന്ദർഭത്തിലും പബ്ലിക് സർവീസ് ചെയർമാൻ ആയിരുന്ന സന്ദർഭത്തിലും കോഴിക്കോട് വഴി യാത്രയുണ്ടെങ്കിൽ MGSനെ കയറി കണ്ട് കുറെ സമയം സംസാരിച്ചിരുന്ന് അവിടെ നിന്ന് പ്രേമിച്ചേച്ചി തരുന്ന ചായയും ഭക്ഷണവും ഒക്കെ കഴിച്ചു പോരുന്ന ഒരു രീതി ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ ഈ അടുത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ റോഡ് വഴിയുള്ള യാത്രയൊക്കെ ദുസ്സഹമായതുകൊണ്ടേ ഇങ്ങോട്ട് യാത്ര വളരെ കുറവാണ് കോഴിക്കോട് പ്രദേശത്തേക്ക്. ഓക്കെ. എങ്ങനെയാണ് താങ്കൾ കോഴിക്കോട്ടേക്ക് പോകുന്ന സാഹചര്യമുണ്ടോ? എത്തരത്തിലാണ് ഇനിയിപ്പോൾ താങ്കളൊരു